രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര കിലോ ഏത്തപ്പഴം മേടിച്ച് കഴിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വൃത്തിക്ക് ശ്വാസം വലിച്ചു വിടുന്നത്. ഇതാണ് സംഭവം. ഇതെന്താന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് തണുത്ത വെള്ളത്തിൻ്റെ അത് തൈര് എടുത്ത് വെച്ച് തൈര് തണുക്കാനായിട്ട് ആദ്യം തൈര് ഒഴിച്ച്, പിന്നെ കുറച്ച് ചോറ് വെച്ചു, പിന്നെ അതിന് വേണ്ടി കുറച്ച് തൈര് ഒഴിച്ചു. ഇത്രയും ചൂടും പൊടിയുടെയൊക്കെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഇതൊന്നും കഴിക്കണം. എൻ്റെ പൊന്നു മോനെ, എന്തൊരു സുഖമാണെന്നറിയാമോ. ഓരോ സ്പൂണ് വയലോട്ട് പോകുമ്പോഴും നമുക്ക് അത് ഏതൊക്കെ ഡയറക്ഷനിൽ കൂടെ ആണ് വയറ്റിലെത്തി നമുക്ക് അറിയാൻ പറ്റും. അത്രയ്ക്ക് സുഖമാണ്. എനിക്ക് പാത്രം ഇങ്ങനെ വാഷ് ബേസിൽ ഇട്ടിട്ട് പോകുന്ന ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കഴുകിയിട്ട് ഇറങ്ങത്തുള്ളൂ. കഴുകിയിട്ട് പെട്ടെന്ന് ഇറങ്ങണം. ഇന്ന് മെട്രോയിലാണല്ലോ പോകുന്നത്. അപ്പം ഒരുപാട് നാളായി മെട്രോ പോയിട്ട്. കാർഡ് എടുക്കണം, അത് റീചാർജ് ചെയ്യണം, സമയമില്ല. ഓ, അടുത്ത ദുരന്തം. ലിഫ്റ്റ് വർക്കിംഗ് അല്ല. 4 ഫ്ലോർ ഇറങ്ങണം. അപ്പോഴേ തോന്നിയായിരുന്നു മിക്കവാറും തൈര് ലീക്കായി. പക്ഷെ മുഴുവനും ലീക്കായില്ല, ശകലം. ബാഗിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയി. പക്ഷെ കുഴപ്പമില്ല, അത് കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കൊണ്ടുവരേണ്ടതായിരുന്നു. എന്തൊരു ദുരന്ത ദിവസമായിരുന്നു ഇന്ന്. എനിക്ക് ആ ലിഫ്റ്റ് രാവിലെ കേടായത് കണ്ടപ്പോഴേ തോന്നി എന്തോ വലുത് വരാനുണ്ടെന്ന്. അതിനുശേഷം മെട്രോയിൽ കയറി, അത് ഞാൻ പിന്നെ പറയാം. അത് കഴിഞ്ഞ് ഓഫീസിൽ കയറി ആ തൈര് ലീക്കായത് അത് പോട്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചതെന്ന് വെച്ചാൽ, മെട്രോ കാർഡ് ചാർജ് ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുപോയി ചാർജ് ചെയ്ത് 300 രൂപ. ഒന്നാമത് കൈ കാശില്ല. 300 രൂപ കൊടുത്ത് ATM ആ കാർഡ്, മെട്രോ കാർഡ് ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് ഗേറ്റിൽ വെച്ചിട്ടാണല്ലോ അകത്തോട്ട് കയറേണ്ടത്. അങ്ങനെ വയ്ക്കാൻ നേരത്ത് അതിൻ്റെ ചിപ്പ് വർക്കാവുന്നില്ല. അപ്പം ഞാൻ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് വെച്ച് 1 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ശരി, എന്നാൽ പിന്നെ വരുന്ന വഴിക്ക് നോക്കാമെന്ന് വിചാരിച്ചു. വരുന്ന വഴിക്ക് അപ്പോൾ അവിടെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേ കൊണ്ട് കൊടുത്താൽ ശരിയാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ശരി, എന്നാൽ പിന്നെ മെട്രോ ഇറങ്ങിയിട്ട് ഇത് ശരിയാക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ മെട്രോ കയറിയെടുത്തു നിന്ന് ആ കാർഡ് എടുക്കാൻ മറന്നുപോയി. ഫുള്ള് കൺഫ്യൂഷനായി കാണുമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ആ 300 രൂപ ചാർജ് ചെയ്തതിന് ശേഷം മെട്രോ കാർഡ് കളഞ്ഞുപോയി, അത്രേ ഉള്ളൂ. അതൊന്നും സാരമില്ല. നിങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വിഷമിക്കുക എന്നാൽ പിന്നെ എനിക്കല്ലേ സമയം കാണത്തുള്ളൂ. അപ്പം പിന്നെ ഒന്നും നോക്കാനില്ല. ഞാൻ എന്നാൽ പിന്നെ നാളെ ഇട്ടുകൊണ്ട് പോകേണ്ട ഷർട്ട് തേച്ചിട്ട് കിടന്നുറങ്ങട്ടെ. നാളെ രാവിലെ മുതൽ അങ്ങ് ഇറങ്ങി ഓടിയാലോ. നാളെ മുതൽ ഫുള്ള് വർക്കൗട്ട് ചെയ്യണം. നാളെ രാവിലെ മുതൽ ഇറങ്ങി ഓടാം. അപ്പോൾ ശരി, നാളെ ഓടുന്നതിനിടയ്ക്ക് കാണാം. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്, ബൈ. ഞാൻ ആദ്യം ആ മെട്രോ കാർഡ് വർക്കാവുന്നുണ്ടോ നോക്കിയിട്ട് റീചാർജ് ചെയ്താൽ മതിയായിരുന്നല്ലേ. വെറുതെ പൈസ കൊണ്ടടച്ച് റീചാർജ് ചെയ്തു, പിന്നെ അത് വർക്കിംഗ് അല്ലെന്ന് മനസ്സിലായി, പിന്നെ അതുകൊണ്ട് വെറുതെ കളഞ്ഞു. ആദ്യമേ അത് വർക്കിംഗ് ആണോ എന്ന് അറിഞ്ഞിട്ട് പിന്നെ അത് ചെയ്താൽ മതിയായിരുന്നു. 300 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര കിലോ ഏത്തപ്പഴം മേടിച്ച് കഴിക്കായിരുന്നു.